ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് മോഹൻലാൽ സൗണ്ട് എന്നല്ല, പുതിയ സാധനം നമ്മൾ മേടിച്ചു. ഇതിനി ഓപ്പൺ ചെയ്യുന്ന വീട്ടിൽ പോയിട്ട് എന്നിട്ട് നമുക്ക് കാണാം എന്താ സാധനം എന്നും ഇതിൻ്റെ ഡീറ്റെയിൽസും ഫുള്ള് കാര്യങ്ങളും. ഹലോ ഗായ്സ്, ലൈഫ് വിത്ത് പാണ്ടൽസിൻ്റെ പുതിയൊരു കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ പുതിയൊരു സാധനം മേടിച്ചു. വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായെങ്കിലും വോയിസും നോയിസും ഒന്നും കറക്റ്റ് അല്ലായിരുന്നു. നമ്മളോടൊക്കെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്ന ഇരിക്കുകയാണ് ഇപ്പോൾ. അത് നമ്മൾ മേക്കപ്പിൻ്റെ വീഡിയോ ചെയ്യുമ്പോഴാണെങ്കിലും ബ്രൈഡ്സിനെ കൊണ്ടൊക്കെ റിവ്യൂ പറയിപ്പിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ള നോയിസൊക്കെ കയറിയിട്ട് ചില വീടുകളിൽ ചെല്ലുമ്പോൾ ഫാനിൻ്റെ കാറ്റൊക്കെ കാരണം അതിൽ എന്ന് പറഞ്ഞിട്ടൊരു ഒച്ച ഉണ്ടാകത്തില്ലേ. അപ്പോൾ അതൊക്കെ കാരണം നമുക്ക് കറക്റ്റായിട്ട് നല്ല നോയിസ് ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ എഡിറ്റ് ചെയ്യുന്ന ചെക്കനാണ് അതൊക്കെ കുറച്ച് സെറ്റ് ചെയ്ത് തന്നിരുന്നത്. അപ്പം നമ്മൾ വിചാരിച്ചത് അതൊരു ക്ലാരിറ്റി കുറവായിരുന്നു. നിങ്ങൾക്ക് തന്നെ വീഡിയോ കണ്ടൊക്കെ നോക്കുമ്പോൾ അറിയാം, ചില വീഡിയോ ഇങ്ങനെ പൊട്ടിപ്പൊട്ടിയൊക്കെ ആയിരുന്നു കേൾക്കുന്ന വോയിസ്. അപ്പം വായുകുക അപ്പം ഒരു സാധനം മേടിച്ചു. ഇപ്പം ഞങ്ങൾ കുറച്ച് ശരിക്കും പറഞ്ഞാൽ 6-7 മാസം ഇതിന് മുന്നേ 2 തവണ മൈക്ക് മേടിച്ചു. അത് രണ്ടും ഒരെണ്ണം കൊള്ളായിരുന്നു, പക്ഷെ ഒന്നിനും കൊള്ളില്ലായിരുന്നു, ഭയങ്കര പോയപ്പം വാങ്ങിച്ചത് 1500 രൂപ. ശരിക്കും ഞങ്ങൾ ആദ്യം വാങ്ങിച്ചത് 700 ആയുള്ളൂ, രണ്ടാമത് വാങ്ങിച്ചത് 1500 പക്ഷേ 600 ആയിരുന്നു കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ടായിരുന്നു. 700 കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ടായത്. 1500 ഞങ്ങൾക്ക് യൂസ് ചെയ്യാനേ പറ്റിയില്ല. അപ്പം ഞങ്ങൾ ഈ തവണ ഇച്ചിരി കൂടെ ബെറ്ററായിട്ട് കുറേ നോക്കി ഒത്തിരി നോക്കിയിട്ടാണ് ശരിക്ക് ഇപ്പോൾ വാങ്ങിച്ചത്. ഇത് പൊട്ടിക്കാം. അങ്ങനെ ആദ്യത്തെ അൺബോക്സിങ് വീഡിയോ നമ്മൾ ആമസോണിൽ നിന്നാണ് മേടിച്ചത്. അതിന് 2000 രൂപ താഴെ വന്നിട്ടുള്ളൂ. പൊട്ടിക്കാം. വലിച്ചീരെടുക്കാണ് ശരിക്കും എനിക്ക് ഇഷ്ടം, പക്ഷേ സ്റ്റൈലായിക്കോട്ടെ നോക്കട്ടെ. ഇല്ല, ശരിക്കൊരു സാധനം മേടിച്ചിട്ട് ഇത്രയും നേരം പൊട്ടിക്കരുത്. ഇപ്പോൾ രാവിലെ ശരിക്കും കിട്ടിയതാണ്, വൈകുന്നേരം ആയിരിക്കും ഇപ്പം എടുക്കുന്ന വീഡിയോ. ഡിജിടെക് അതാണ് ബ്രാൻഡ്. ഇത് ഞാൻ നോക്കിയപ്പം ഇന്നലെ രാവിലെ ഉച്ചയ്ക്ക് എന്തോ ജസ്റ്റ് വീഡിയോ നോക്കിയപ്പോൾ കണ്ടു. എനിക്ക് ഡിസൈൻ ഇഷ്ടപ്പെട്ടു, അപ്പോഴേ ഓർഡർ ചെയ്തു. ഇന്ന് രാവിലെയാണ് സാറ് പറഞ്ഞത് ഞങ്ങൾ ഓർഡർ ചെയ്ത കാര്യം. അതെ, 2 റിസീവറും അല്ല, 1 റിസീവറും 2 മൈക്കും, പിന്നെ അങ്ങനെ കുഞ്ഞു സാധനങ്ങളൊക്കെ ഉള്ളു. വലിയ ഒത്തിരി ഇതൊന്നും 60 മീറ്റർ വരെ നമുക്ക് വീഡിയോയ്ക്ക് കിട്ടും. എനിക്ക് പിന്നെ അതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. ചിലത് അണയാന്നുള്ളൂ. ഇതിന് 400 mAh ബാറ്ററി ഒക്കെ ഉള്ളൂ. ചെറുതാണ്, വളരെ ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ ഇത് ബെറ്റർ ആയിരിക്കും. അതെ, പ്രതീക്ഷിക്കാം. എന്നിട്ട് വേണം ഇതിൻ്റെ മേളിലോട്ടൊക്കെ ഉള്ളത് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും ഹോളി ലാൻഡിനെയൊക്കെയാണ് ശരിക്കും നല്ലതെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ മേടിച്ചില്ല. അതെ, ഏത് ഫ്ലോറിൽ സാധനം കണ്ടെന്നും കൂടെ ഞാൻ മറന്നു. പിന്നെ കൊച്ചാപ്പം ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ വേഗം പോകുന്നു. കുഴപ്പമില്ല. പിന്നെ പുതിയ എന്തോ സാധനമാണെന്ന് തോന്നുന്നു. നോക്കാൻ എന്തെങ്കിലും 1 വർഷം കിട്ടിയത് മതി സമാധാനം. പൊട്ടിക്കാം. നമുക്ക് ഈ സ്റ്റൈലുകളിൽ നിർത്താം. ഭയങ്കര രാഗം. ഇങ്ങനത്തെ അടപ്പായിരുന്നു. നല്ലൊരു സാധനമൊക്കെ ഉണ്ട്. എന്താ പറയുന്ന ഒരു ഷീറ്റ്, നല്ല കട്ടിയുണ്ട്. ഷീറ്റിന് നല്ല കട്ടിയുണ്ട്. ശരിക്കും ഇത്രേ ഉള്ളൂ മൈക്ക്.
സംഭവം പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അവരങ്ങനെ വലുതാന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും ഇതൊരു എയർപോർട്ടിൻ്റെ ഒക്കെ അത്ര ഉള്ളു ഈ സാധനം ശരിക്കും. തുറക്ക് കാണിട്ട് വാച്ചൊക്കെ അടിക്കാതെ. അപ്പോൾ ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് മോഹൻലാലിൻ്റെ സൗണ്ട് എന്നല്ല, ഇതിനകത്തോടെ ആയിരിക്കും. അതിനകത്ത് കുറച്ച് സാധനമൊക്കെ ഉണ്ട് കേട്ടോ. അടിമോനെ ഇത്രയുള്ള സാധനം. പക്ഷെ കൊച്ചാപ്പിന്റെ കണ്ണിപ്പെടാതെ വെക്കണം, അല്ലെങ്കിൽ ഒരു വർഷം എന്ന് പറയുന്നത് ഒരു ദിവസം ഉണ്ടാവുള്ളൂ. ഗായ്സ്, പൊട്ടിച്ചത് അവനാണെങ്കിലും ഇതേ മൈക്ക് കുത്തി ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് ഞാനാണെന്ന്. അപ്പൊ നമ്മളുടെ പുതിയ മൈക്കൊക്കെ വാങ്ങിച്ച് നിങ്ങൾ തന്നെ ഈ വീഡിയോ കാണുമ്പോ ആ ഡിഫറൻസ് നിങ്ങൾ നോക്കണം കേട്ടോ. മൈക്ക് വെച്ചിട്ടും മൈക്ക് വെക്കാതെ നമ്മ വീഡിയോസ് ചെയ്തിടുമ്പോ ഉള്ള ഡിഫറൻസ്, അത് അത്യാവശ്യം നല്ല രീതിക്കുള്ള ഡിഫറൻസ് ഉണ്ട്. അപ്പത്തേ നമ്മ മൈക്കൊക്കെ വാങ്ങിച്ച് ഇനിയിപ്പോ മൈക്കില്ലെന്നുള്ളത് നമുക്ക് യൂട്യൂബിൽ വീഡിയോ ഇടാനും വല്ലാത്തൊരു പ്രശ്നം വരുന്നത്. എന്നാന്ന് വെച്ചാല് കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴാണെങ്കിലും ഈ പാത്രത്തിന്റെ അതിന്റെ ഇതിന്റെയും ഒക്കെ വെച്ച് പിന്നെ കൊച്ചപ്പ അപ്പുറത്ത് നിന്ന് പോവെന്ന് വെച്ചാൽ ഒക്കെ ആയിട്ട് ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ നമ്മളിതേ പുതിയൊരു മൈക്ക് വാങ്ങിച്ചൊക്കെയാണ്. അപ്പൊ ആ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് നമ്മള് ഉദ്ദേശിച്ചത്. അങ്ങനെ നമ്മുടെ ഒരു കുഞ്ഞു സന്തോഷം നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്തതാണ്. അപ്പൊ അത്രേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗാന്ന്.